ഇന്ന് രാവിലെ ഈ ജാഥ കുന്നൂരെത്തുമ്പോൾ ഞങ്ങളെ ആര് സ്വീകരിച്ചു? വികാരനിർഭരമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിട്ടേറെ. സഖാവ് ധനരാജിന്റെ പ്രിയപ്പെട്ട പത്നി സജിനി ചുവന്ന ഷാളുമായി ജാഥ ലീഡറെ അണിയിച്ചിട്ട് പറഞ്ഞു, കരുത്തോടെ മുന്നോട്ടേക്ക് പോകണം. ഞങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നു. ഞങ്ങൾ കേട്ടതും കൊണ്ടതും അനുഭവിക്കുന്നതും എല്ലാം ഓർമ്മയിലേക്ക് തികട്ടി വരുമ്പോ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഒന്ന് പതറിപ്പോയി. സജിനിയുടെ കൈ ചേർത്ത് പിടിച്ചിട്ട് ഈ ജാഥ അംഗങ്ങൾ പറഞ്ഞു, ഞങ്ങൾ തലയെടുപ്പോടെ മുന്നോട്ടേക്ക് പോകും. നിങ്ങൾ ആലോചിക്കണം, രക്തസാക്ഷി കുടുംബങ്ങൾ ആരുടേതാണ്? ഒരു മനുഷ്യന് ഈ പ്രസ്ഥാനത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് അവരുടെ ജീവിതമാണ്. 2016 ജൂലൈ 11 രാത്രി കുന്നൂരിലൊരു യോഗം കഴിഞ്ഞിട്ട് ഞാൻ പയ്യന്നൂരിലെ വീട്ടിലെത്തുമ്പോൾ ഫോണിൽ വിളിക്കുന്നവർ പറയുന്നത് ധനരാജൻ എന്തോ പറ്റിയിരിക്കുന്നു. പിന്നെ കേൾക്കുന്നത് പെരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോയിരിക്കുന്നു. ഞങ്ങളൊരു വണ്ടിയും എടുത്ത് പെരിയാരം മെഡിക്കൽ കോളേജിലെത്തുമ്പോൾ കാഷ്വാലിറ്റിയിലെ ആ തണുത്തുറന്ന ടേബിളിൽ നെഞ്ചു വെട്ടിപ്പിളർന്ന് ശരീരമാസകലം തുണ്ടങ്ങളായി ചേതനയറ്റിട്ടൊരു ചെറുപ്പക്കാരൻ കിടക്കുന്നു. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സഖാവ് ധനരാജ്. ഞങ്ങൾ അതിനു മുന്നിൽ കീഴടങ്ങി കരഞ്ഞ് കീണ് നിൽക്കുകയല്ല ചെയ്തത്, കരഞ്ഞു മനസ്സിൽ. ആ ശരീരത്തിൽ തൊട്ടിട്ട് ഞങ്ങൾ നിന്നു. ഞങ്ങളുടെ നഷ്ടത്തിന്റെ ആഴവും പരപ്പും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലുതായിരുന്നു എന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ആ കുടുംബം ആരുടെ കുടുംബം? അത് ഈ പാർട്ടിയുടെ കുടുംബമാണ്. മാധവി അമ്മയും സജിനിയും വിവേകാനന്ദും വിദ്യാനന്ദും. ആ അമ്മ നമ്മുടെ അമ്മയാണ്, സജിനി നമ്മുടെ എല്ലാം പെങ്ങളാണ്, ആ മക്കള് നമ്മുടെ ഓമന മക്കളാണ്. അവർക്ക് അത്ര പൈസ കൊടുത്തു, അവരുടെ വീടിനത്ര ചെലവായി. ആ പൈസ എന്തു ചെയ്തു? അത് വിളിച്ചു പറഞ്ഞിട്ട് ആ കുടുംബത്തെ ആക്ഷേപിക്കാൻ CPIM തയ്യാറാവുന്ന ആരെങ്കിലും ധരിക്കുന്നുണ്ടോ? ഒരു നയാ പൈസ പോലും. എന്നോടൊരാളെ വിളിച്ചിട്ട് പറഞ്ഞു, മനസ്സിന് വിഷമമുണ്ടല്ലേ ഇതിൽ കേൾക്കുമ്പോൾ. ഞാൻ അയാളോട് പറഞ്ഞു, ഞങ്ങളൊക്കെ പാർട്ടിയല്ല. സെമന്തകമണി ശ്രീകൃഷ്ണൻ കക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? പുരാണത്തിലൊരു വരിയാണ്. ഞാൻ അതിനെക്കുറിച്ചിട്ട് അധികം വിശദീകരിക്കാനൊന്നും ഇവിടെ പോകുന്നില്ല. നിങ്ങളൊന്ന് ആരെങ്കിലും പുരാണമൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ നോക്കിയാൽ മതി. കമ്മ്യൂണിസ്റ്റുകാർക്ക് രക്തസാക്ഷിയുടെ ഫണ്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു ആവശ്യത്തിന് ഒരു നയാ പൈസ എടുക്കാൻ പറ്റുമോ? തൊടാൻ തോന്നുന്നു. നിങ്ങൾ ആലോചിക്കണം, ഇങ്ങനെ എന്തും പറയാം. ഏതാ സന്ദർഭം? ഈ സന്ദർഭം ഏതാ? എന്തെങ്കിലും വ്യക്തിവിരോധം, അതല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ശരി, നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷെ ഏതാ സന്ദർഭം? സഖാവ് ധനരാജിനെ വെട്ടിക്കൊന്നിട്ടുള്ള RSSകാർ തളിപ്പറമ്പ് സെഷൻസ് കോടതിയുടെ പ്രതിക്കൂട്ടിൽ ഇങ്ങനെ നിരന്നു നിൽക്കുകയാണ്. ഇപ്പോ മാധവിയമ്മയും സജിനിയും ആ കോടതിയിൽ പോയി. ഒരു ദിവസം ആ അമ്മയെ, ഈ പ്രതികളെ തിരിച്ചറിയണം. അമ്മ ആ മരക്കൂട് പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞു. വെള്ള ഷർട്ട്, വെള്ള മുണ്ട്, വെള്ള മുഖംമൂടി അണിഞ്ഞിട്ട് ഈ RSSകാർ നിൽക്കുന്നു. ജഡ്ജി പറഞ്ഞു, തിരിച്ചറിയണം, നിങ്ങൾക്ക് ഇവരെ അറിയോ? അവരാ മുഖംമൂടി മാറ്റുന്നു. അമ്മ പൊട്ടിക്കരഞ്ഞിട്ട് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇവനാണ് എന്റെ മകന്റെ നെഞ്ചത്തേക്ക് ആദ്യമായിട്ട് മഴ കൊണ്ട് വെട്ടിയത്. ചെയ്യരുത് മോനെ എന്ന് കേണ് കരഞ്ഞപ്പോ എന്റെ കഴുത്തിന് വാള് കൊണ്ടുവച്ചത് ഇതാ ഇവനാണ്. ആ കൊലയാളികളുടെ മുന്നിൽ അമ്മ പൊട്ടിക്കരഞ്ഞിട്ട് ഓരോരാളെയും ചൂണ്ടി പറയുമ്പോ ഇവിടെ ധനരാജ് ഫണ്ട് കട്ടെടുത്തിരിക്കുന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ എന്ന് പുറമെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ചാനലിൽ ഇരുന്നിട്ട് ആരെ നന്നാക്കുന്നതിന് വേണ്ടി പറയുന്നു. സജിനി പറഞ്ഞു, വലിയ സങ്കടമായിരുന്നു ഈ വാർത്തകളോട് തള്ളിച്ചു. ഓരോരാളെയും ചൂണ്ടിയിട്ട്
ഭർത്താവ് നഷ്ടപ്പെട്ടിട്ടുള്ള ആ പ്രിയപ്പെട്ടവൾ പറഞ്ഞു, ഇവനാണ് ഇവനാണ് ഇവനാണ്. ആ കേസ് ഇപ്പോഴും നടക്കുന്നു. ആലപ്പുഴയിൽ നിന്ന് വന്നിട്ടുള്ള BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള വക്താവായിട്ടുള്ള അഭിഭാഷകൻ പറയുന്നു, മാർക്സിസ്റ്റുകാരാണ് ധനരാജനെ വെട്ടിക്കൊന്നത് കോടതി. അപ്പൊ ആർക്ക് ഈ ഈ ഈ കരുത്ത് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള വർത്തമാനങ്ങളാണ് ഉയർന്നു വരുന്നത്? ആരെ സഹായിക്കാനാണ്? ധനരാജനെ വെട്ടിക്കൊന്നവരെ കോടതിയുടെ മുന്നിൽ ആ കേസിനെ ദുർബലപ്പെടുത്തുന്നതിന് നിങ്ങൾ ആലോചിക്കണം, എന്ത് ധൈര്യമാണിത്? എന്തൊരു വിരോധമാണിത്? എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള വിരോധം? കെട്ടിട നിർമ്മാണ ഫണ്ട്, ഞാനതിന്റെ കാര്യങ്ങളൊന്നും ഇവിടെ പറയല്ലേ ചെയ്യുന്നത്. എങ്ങനെയാ പാർട്ടിക്ക് ഒരു സ്വന്തമായിട്ടുള്ള പുതിയ AKG മന്ദിരം ഉണ്ടാവണം? എന്നോട് TV ചാനലുകാർ ആദ്യമായിട്ട് ഒരാൾ പാർട്ടി പറഞ്ഞതുകൊണ്ട് ഒരാളുടെ മുന്നിൽ മാത്രമാണ് ഞാൻ പോയിരുന്നത്. അയാൾ ചോദിച്ചു, എന്തിനാ പുതിയ ഓഫീസ്? ഞാൻ പറഞ്ഞു, കണ്ണൂരിലും കേരളത്തിലും CPM പ്രവർത്തകരെ നിഷ്ഠൂരമായിട്ട് വെട്ടി നുറുക്കുന്നതിന്, അറുകൊല ചെയ്യുന്നതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു കോൺഗ്രസ് ക്രിമിനൽ. നിങ്ങളാലോചിക്കണം, കരുവള്ളൂരിൽ നമ്മൾ സുരേന്ദ്ര മാഷ് വരെ വെട്ടി. സഹകരണാശുപത്രിയിലെ സഹ C രമേശന്റെ കൈ നിഷ്ഠൂരമായിട്ട് വെട്ടി നുറുക്കി. എത്രയെത്ര പേര്. പെരുമ്പയിൽ മുഹമ്മദ് കുഞ്ഞി അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. വെള്ളത്തിൽ ചോര വാർന്നൊഴുകിയ ചെറുപ്പക്കാരൻ എങ്ങനെയോ ആരോ കണ്ടിട്ട് രക്ഷപ്പെട്ടത്. ആ ക്രിമിനൽ സംഘം ഈ പയ്യന്നൂരിൽ വേട്ടയാടിയപ്പോ, ആ ക്രിമിനൽ കൊല ചെയ്യപ്പെട്ടപ്പോ, ജൂൺ മാസം പെരുമഴയുടെ കാലത്ത് CPMന്റെ ഓഫീസ് സമ്പൂർണമായിട്ട് തകർത്തു. അന്ന് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് 19 പേരാണ്. ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരുൾപ്പെടെ ഞങ്ങൾ എല്ലാവരും 19 പേർ. ഫോൺ മാത്രമാണ് പുറത്തേക്കുള്ള ബന്ധം. ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലും മറ്റ് സഖാക്കളോടും വിളിച്ചു പറഞ്ഞു, ചീമേനിയിൽ 5 പേർ കൊല ചെയ്യപ്പെട്ടതുപോലെ പയ്യന്നൂർ ഓഫീസിൽ ചിലപ്പോൾ 19 പേർ. ആരും വരേണ്ടതില്ല, സാധിക്കില്ല, വന്നാൽ രക്ഷപ്പെടുത്തിയെടുക്കാൻ. അന്നത്തെ SP രാജേഷ് ദിവാൻ ആ ഓഫീസിന്റെ ഒരു വാതിലിൽ മുട്ടിയിട്ട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് നിങ്ങൾക്ക് സംരക്ഷണം തരാൻ പറ്റില്ല, പക്ഷെ പുറത്തിറക്കാം നിങ്ങൾ ഏതെങ്കിലും വഴിയിൽ രക്ഷപ്പെട്ടു കൊള്ളണം. ഞാൻ ആ TV ഇന്റർവ്യൂവിൽ അത് പറഞ്ഞപ്പോ എന്നോട് ഒരു 3-4 ദിവസം മുമ്പ് ഒരു കല്യാണത്തിന് പോയപ്പോ, അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണമാണ്, ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പയ്യന്നൂരിലെ സാന്നിധ്യമായിട്ടുള്ള സെൻട്രൽ ഹാർഡ്വേഴ്സ് നടത്തുന്ന ഖാദർ. ഇനി അദ്ദേഹത്തിന്റെ പേര് പറയാതിരിക്കേണ്ട കാര്യമില്ല. ചാനലിൽ ഞാൻ ആ പേര് പറഞ്ഞില്ല, അദ്ദേഹത്തിന് എന്തെങ്കിലും വിഷമം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കാത്തിരുന്നു നിങ്ങൾ എന്റെ പേര് പറയുന്നു, നിങ്ങൾ പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പേടിച്ചിട്ടാ പറയാതിരുന്നത്, നിങ്ങൾക്കെന്തും വിഷമം വരുമെന്ന് വിചാരിച്ചു. എനിക്ക് അഭിമാനമേ ഉള്ളൂ നിങ്ങൾ പറയുന്നത്, അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ആ പേര് പറയുന്നത്. ഇതാ ഇവിടെ C കൃഷ്ണൻ ഉൾപ്പെടെ, നാരായണൻ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. ഞാൻ കണ്ടത് പണ്ട് വാസോട്ടൻ പറഞ്ഞു, എന്റെ കൊടിയുണ്ടോ ഓടിയോ? ഇവിടെ ജീവന് വേണ്ടിയിട്ട് ആള് പായുമ്പോഴാണ് ഇയാൾ കൊടക്ക് പായുന്നത്. നല്ല പൊളിച്ചീത്ത പറഞ്ഞിട്ട് വാസോട്ടനെ സ്നേഹത്തോടു കൂടി പുറത്തു കൊണ്ടിട്ട് പറഞ്ഞു, വിട്ടോ വടക്കോട്ട് എന്ന് പറഞ്ഞു. EP കരുണാകരൻ 19 പേർ. അന്ന് ഈ പാർട്ടി തീരുമാനിച്ചതാണ്, ഒരു കോമ്പൗണ്ടുള്ള ഒരു ഓഫീസ് ഉണ്ടാവണം. അത് പാർട്ടിക്ക് അതല്ലാതെ വേറെ വഴിയില്ല. പഴയ ഓഫീസ് ഞങ്ങൾ വിൽപ്പന നടത്താൻ തീരുമാനിച്ചു, അഡ്വാൻസ് വാങ്ങി. അവിടെ എല്ലാ പരിസരവാസികൾ പറഞ്ഞു, ഈ ഓഫീസ് ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നത്. ഈ ഗേൾസ് സ്കൂൾ ഇവിടെ നന്നായിട്ട് പ്രവർത്തിക്കുന്നത്. ഇവിടെ മറ്റെന്തെങ്കിലും ഒരു ഓഫീസ് ഉണ്ടാവണം. നിങ്ങൾ മാറേണ്ടത് ശരിയാണ്, ന്യായമാണ്. ആ ഓഫീസ് അവിടെ തലയുയർത്തി നിൽക്കുകയല്ലേ. ഇങ്ങനെ എന്താ ഫണ്ട് കട്ടു നിന്നാൽ ഏതെങ്കിലും ഒരാൾക്ക് എങ്ങനെയാ അതിനൊക്കെ പറ്റുക എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. തെരഞ്ഞെടുപ്പ് ഫണ്ട്, സ്ഥാനാർത്ഥി റെസീറ്റ് അടിച്ച് നടക്കല, എന്തും പറയാമല്ലേ. ആ പുസ്തകങ്ങൾ വന്നിട്ടുള്ള വഴികളൊക്കെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എന്താ പുസ്തകം പ്രകാശിപ്പിച്ചുകൊണ്ട് VS കേരള നിയമസഭയിൽ നൽകിയിട്ടുള്ള ഒരു മറുപടിയുണ്ട്. എന്റെ IT മേഖലയിൽ നിന്ന് ഇവനെ ഞാൻ പുറത്താക്കിയിരിക്കുന്നു, ഇത്രയും സ്വഭാവ ദൂഷ്യമുള്ളവനെ കിട്ടില്ല. ജോസഫ് C മാത്യു അവൻ പറയാണ്, തലശ്ശേരിയിൽ MCC അഴിമതിയുടെ കൂടാരമാണ്. ഈ വെള്ളൂരിൽ നിന്ന് പലരും ഞങ്ങളെ വിളിക്കാറുണ്ട്, അവിടെ പോകുമ്പോൾ ആരെങ്കിലും ഒന്ന് ബന്ധപ്പെടുത്തി തരണം. നമ്മുടെ നാട്ടുകാരായിട്ട് ഡോക്ടർമാരുണ്ട്, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ നമുക്ക് ബന്ധമുള്ളവരാണ്. അവിടെ പോയാൽ
കാരുണ്യമൊക്കെ ഉള്ളവർക്ക് സൗജന്യമായിട്ടുള്ള ചികിത്സയാണ്. ഏറ്റവും ആധുനികമായിട്ടുള്ള സൗകര്യമുള്ള ക്യാൻസറിന്റെ ഈ മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കേന്ദ്രം. അതിനെ കുറിച്ചിട്ടാണ് ആക്ഷേപം പറഞ്ഞിട്ട് തുടങ്ങിയത്.